വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജിലാണ്. അങ്ങ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1877 ഓപ്പൺ ചെയ്തതാണ് ഈ ബ്രിഡ്ജ്. മോട്ടറബിൾ ആയിരുന്നു. ഇപ്പോൾ അല്ല, ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കറവൂർ വഴി അച്ചൻകോവിൽ കഴിഞ്ഞ് നേരെ തെങ്കാശിയിലേക്കാണ്. തെങ്കാശിയിലേക്ക് പോകാൻ മറ്റൊരു വഴി കൂടെ ഉണ്ട്. തെന്മല കഴിഞ്ഞ് ആര്യങ്കാവ് ചുരം ഇറങ്ങി നേരെ തെങ്കാശിയിലേക്ക് പോവാം. ഞങ്ങൾ ചൂസ് ചെയ്തത് ഈ ഒരു വഴിയാണ്. കാടിൻ്റെ വൈബൊക്കെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വഴി എന്തുകൊണ്ടും ഒരു ബെറ്റർ ഓപ്ഷനാണ്. കാടും റിവറും വൈൽഡ് ലൈഫും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള വഴി തന്നെയാണിത്. ഇത് ഈ കടയില്ലേ, ഇവിടെ നല്ല ചീനിയും എല്ലുകറിയും കിട്ടും. ഇത് കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു കടയും കൂടെയാണ്. ഇതിന് ശേഷം ഉള്ളോട്ട് കടകളൊന്നുമില്ല. അതുകൊണ്ട് ഫുഡ് കരുതിയിട്ടില്ലാത്തവരാണെങ്കിൽ ഇവിടുന്ന് ചീനിയും നല്ല എല്ലുകറിയും ഒക്കെ മേടിച്ച് അകത്തേക്ക് കയറുന്നതായിരിക്കും ബെറ്റർ. ഈ ട്രിപ്പിൽ എൻ്റെ കൂടെ ഉള്ളത് കുഞ്ഞി സായൂട്ടിന് മാത്രമാണ്. ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഒരു അങ്കിൾ വന്ന് പറഞ്ഞു, കാട്ടാനെ ഇറങ്ങിയിട്ടുണ്ട്, സൂക്ഷിക്കണം എന്ന്. അത് കേട്ടതും കുഞ്ഞ് ഭയങ്കര ത്രിൽഡായി. ഞങ്ങൾ പോകുന്ന വഴിക്ക് കാട്ടാനെ അവിടെ എല്ലാം നോക്കിയെങ്കിലും കാണാൻ പറ്റിയില്ല. താഴെക്കൂടെ ഒഴുകുന്നത് അച്ചൻകോവിലാറാണ്. അവിടെ വെള്ളം കുടിക്കാൻ വരികയോ തിരിച്ചു പോവുകയോ അങ്ങനെ എന്തോ ഒന്നായിരുന്നു. പകൽ സമയം ആയതുകൊണ്ട് തന്നെ അധികം ആനകൾ ഇറങ്ങാൻ സാധ്യതയില്ല. അതുകൊണ്ട് പോകുന്ന വഴിക്ക് കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ കാണുന്നത് പമ്പയുടെ പോഷക നദിയായ അച്ചൻകോവിലാറാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം തന്നെ നമുക്ക് അച്ചൻകോവിലാറിൻ്റെ പല ഭാഗങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. 3 ജില്ലകളിലായിട്ടാണ് അച്ചൻകോവിലാർ ഒഴുകുന്നത്. അതിൽ കൊല്ലം ജില്ലയിൽ ഒഴുകുന്ന അച്ചൻകോവിലാറിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് മുള്ളുമല എന്നാണ്. ഇവിടെ ഒരു വ്യൂ പോയിൻറ്റും വാട്ടർഫോൾസും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിച്ചില്ല. നേരെ പോകുന്നത് തെങ്കാശിയിലേക്കായതുകൊണ്ടും ടൈമിൻ്റെ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടും കൂടെയാണ് അത് കവർ ചെയ്യാൻ പോകാൻ പറ്റാത്തത്. കാട്ടാനെ കാണാൻ സാധിച്ചില്ലെങ്കിലും ഒരു പീക്കോക്കിനെങ്കിലും കാണാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആശ്വാസം. അച്ചൻകോവിലാറിൻ്റെ തന്നെ മറ്റൊരു ഭാഗമാണിത്. കാലൊക്കെ നനയ്ക്കാമല്ലോ എന്ന് കരുതി ഇറങ്ങിയതാണിവിടെ. സായൂട്ടിന് പക്ഷേ ഇഷ്ടപ്പെട്ടില്ല. നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന്. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്ക സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളുടെ മെയിൻ ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. അച്ചൻകോവിൽ റോഡിൽ നിന്നുള്ളൊരു ടോപ്പ് വ്യൂ ആണിത്. തമിഴ്നാട്ടിലെ കൃഷിസ്ഥലങ്ങളും വിൻമില്ലും ഒക്കെയാണ് ഈ കാണുന്നത്. കേരളം തമിഴ്നാട് ബോർഡറാണിത്. ഒരു 2 ഹെയർ പിൻ വളവും കൂടെ കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട് എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട് എത്തി. കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ തിരുമലൈക്കോവിൽ ക്ഷേത്രം കണ്ടു. ദേ ആ കാണുന്നതാണ് ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലേക്ക് 2 വഴികളിലൂടെ പോവാം. ഒന്ന് സ്റ്റെയർ ഉണ്ട്. ആ മലയുടെ മുകളിൽ വരെ സ്റ്റെയർ ഉണ്ട്. ആ സ്റ്റെയർ കയറിയും പോവാം. ബാക്കിലൂടെ 3-4 ഹെയർ പിൻ വളവുകളുണ്ട്. കാറും വണ്ടിയും എല്ലാം അവിടെ കയറുന്നതാണ്. ഉച്ചയ്ക്ക് കഴിച്ച ആഹാരം ചീനി എല്ലുകറി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്ഷേത്രത്തിൽ കയറിയില്ല. അവിടുത്തെ വ്യൂസ് എല്ലാം കണ്ടിട്ട് പോരുന്നു. അങ്ങനെ തിരിച്ചിറങ്ങി തെങ്കാശിയിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ കണ്ടതാണിത്. കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി. കബഡി കളിയാണ് നടക്കുന്നത്. பாண்டியன் பிரதர்ஸ் 21 புள்ளிகள், ஈட்டிபுரம் 18 புள்ளிகள். ഇവിടെയുള്ള കൃഷിസ്ഥലങ്ങൾക്കും വീടുകൾക്കും ആവശ്യമായ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിൻഡ് മിൽ ത്രൂ ആണ്. അതുകൊണ്ട് തന്നെ ധാരാളം വിൻഡ് മിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഈ വിൻഡ് മില്ലുകളുടെയൊക്കെ ബ്ലേഡിൻ്റെ ലെങ്ത് ഭയങ്കര വലുതാണ്.
നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും അടുത്ത് വന്ന് നിന്ന് കാണുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ലെങ്ത് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായ കാറ്റ് വീശുമ്പോൾ ആ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന കൈനറ്റിക് എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇതിനകത്ത് നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെത്തി. 7 നിലയോളം വരുന്ന ഈ കാശി വിശ്വനാഥ ക്ഷേത്രം 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായതാണ്. ഇപ്പോൾ അതിൻ്റെ പെയിൻ്റടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പകുതിയോളം പെയിൻറ്റിങ് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അകത്തേക്ക് കയറാൻ പറ്റാത്തത് കാരണം ഞങ്ങൾ പുറത്തു നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം സുന്ദര പാണ്ഡ്യപുരത്തേക്ക് മടങ്ങി. എൻ്റെ നാട്ടിൽ അപൂർവമായിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് കാണാം. അതായത് തെങ്ങും തോപ്പ്, പാടങ്ങൾ, വയലുകൾ എല്ലാം ഇവിടെ ധാരാളമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് സുന്ദര പാണ്ഡ്യപുരത്തേക്ക് പോകുന്നൊരു വഴിയാണ്. പിന്നീട് ഞങ്ങൾ ചെന്നെത്തിയത് ഒരു മെഡോയിലേക്കാണ്. സുന്ദര പാണ്ഡ്യപുരം പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ ഒരു മെഡോ ഉള്ളത്. നമ്മൾ സൺഫ്ലവർ ഫീൽഡിലേക്ക് പോകുന്ന വഴിക്കാണ് ഇത് കണ്ടത്. ഞങ്ങൾ അവിടേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞങ്ങൾ നിൽക്കുന്ന കണ്ടിട്ടാവാം കുറേ ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ അധികം നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ സൺഫ്ലവർ ഫീൽഡിലെത്തി. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ സൺഫ്ലവേഴ്സ് എല്ലാം തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഫീൽഡിനുള്ളിലേക്ക് കുറേ അധികം നടന്നതിന് ശേഷമാണ് ഈ വിഷ്വൽസ് ഞങ്ങൾക്ക് കിട്ടിയത്. സൺഫ്ലവർ ഫീൽഡിനെക്കാട്ടി ഹാപ്പിനെസ് ഞങ്ങൾക്ക് മെഡോയിൽ നിന്നാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരികെ പോയത് മെഡോയിലേക്ക് തന്നെയാണ്. അപ്പോഴേക്കും അവിടെ ക്രൗഡായിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇത്തിരി ടൈം ഞങ്ങൾ മെഡോയിൽ തന്നെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരികെ പോകുന്നത് ആര്യങ്കാവ് തെന്മല ചുരം കയറിയിട്ടാണ്. ആ ചുരത്തിൻ്റെ ചെക്ക് പോയിൻ്റാണ് ഈ കാണുന്നത്. നമ്മളുടെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ വീടായതുകൊണ്ട് തന്നെ നേരെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഈ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.